ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വീതി കുറഞ്ഞ തുണി കൊണ്ട് എങ്ങനെ അംബ്രല്ല സ്കേർട്ട് തയ്ക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി നമ്മൾ ആദ്യം തുണിയെ നാലായി മടക്കണം കേട്ടോ. എൻ്റെ അടുത്തുള്ള നീളം കൂടുതലുള്ള തുണിയാണ്, വീതി കുറവാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ക്വയർ രീതിയിൽ നാലായിട്ട് മടക്കിയിട്ട് അതിനെ നമ്മളൊരു ട്രയാങ്കിൾ രീതിയിൽ മടക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ 4 ഭാഗങ്ങൾ വരും. സാറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ബോൾ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ആ തുണി നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് ആർക്കാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അവരുടെ വേസ്റ്റ് റൗണ്ട് എടുത്തിട്ട്, അതായത് അരവണ്ണം നമ്മൾ എത്രയാണോ അതെടുത്തിട്ട് അതിനെ 4ആക്കി ഭാഗിച്ചിട്ട് അതിലൊരു ഭാഗമാണ് കേട്ടോ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്ത അരവണ്ണം ഒരു 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4ആക്കി ഭാഗിച്ചപ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിതിൻ്റെ ഒരു തലഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അളവെടുത്ത് നമ്മളതൊരു ചോക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറുതായിട്ടൊരു കർവ് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ 4ആക്കി ഭാഗിച്ച ആ ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ കർവ് കൊടുക്കേണ്ടത്. മടക്ക് വരുന്ന ആ ഭാഗത്തേക്ക് കൊടുക്കാൻ പാടില്ല, കാരണം അത് നമ്മൾ സെൻറ്റർ ഭാഗത്തല്ല വരിക, അപ്പോൾ അത് കുഴിഞ്ഞു കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ 4 ഭാഗം മടക്ക് വന്ന സ്ഥലത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കർവ് കൊടുത്തിട്ട് വരഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മളൊരു ടാപ്പ് വെച്ചിട്ട് അത് കൃത്യമായിട്ടുള്ള അളവ് തന്നെ ഇല്ലേന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഐസുമണിയുടെ ഡാൻസ് ഉണ്ട് കേട്ടോ. അവൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു പാട്ടിട്ട് കൊടുത്താൽ അവൾ അങ്ങനെ കളിച്ചോളും. അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് നല്ല കൃത്യമായിട്ട് നമ്മുടെ അരഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുക. അതിന് നമ്മളൊരു ബാൻഡ് കട്ട് ചെയ്തിട്ട് അതിൽ എലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത ഭാഗമൊക്കെ ബോൾ പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് നമുക്കിനി ഫുൾ ലെങ്ത്ത് കാണണം കേട്ടോ. അതിന് വേണ്ടി ഞാനിവിടെ ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളതും 40 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 40 ഇഞ്ചിൽ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടും പിന്നെ 1/2 ഇഞ്ച് നമ്മൾ ബാൻഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എടുത്തിട്ടാണ് നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഫുൾ ലെങ്ത്ത് എടുത്ത് നമ്മൾ റൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഈ തുണി വീതിയില്ലാത്തത് കാരണം നമുക്ക് എന്തായാലും റൗണ്ടിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഭാഗത്ത് നമ്മൾ ഏപ്പ് കൊടുത്തിട്ടാണ്, അതായത് ജോയിൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അതിനുവേണ്ടി നമ്മുടെ ആ തുണി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വന്ന തുണിയെ 4ആക്കി മടക്കിയിട്ട് നമ്മൾ റൗണ്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിന് ജോയിൻ ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ ബോൾ പിന്ന് സെക്യൂർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, കാരണം തുണി ഇളകിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കൃത്യ അളവൊക്കെ തെറ്റിപ്പോവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അത് കൃത്യമായി വെച്ചതിന് ശേഷം നമ്മുടെ നേരത്തെ എടുത്ത 41.5 എന്നുള്ള അളവിനെ വെച്ച് നോക്കിയിട്ട് നമ്മൾ റൗണ്ടിൽ പിടിച്ചിട്ട് നമ്മളതങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് സൈഡ് ഭാഗത്ത് കുറച്ചധികം തുണി വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ കൂടെ ഒരേ ലെവലാക്കി എടുത്തിട്ട് വേണം നമ്മളെല്ലാം ചെയ്തെടുക്കാൻ കേട്ടോ. ഞാനിവിടെ സാറ്റിൻ ക്ലോത്ത് ആയിട്ട് എടുത്തിട്ടുള്ള ലൈനിങ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ സ്കേർട്ടിൻ്റെ ഉൾഭാഗം അംബ്രല്ല സ്കേർട്ടും പിന്നെ മുകളിൽ നമ്മൾ നെറ്റും കൂടിയും കൊടുത്തിട്ടാണ്, നെറ്റ് ഫ്രില്ല് കൊടുത്തിട്ടാണ് നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കോട്ടനും അതുപോലെ തന്നെ ഷീപ്പ് നെറ്റും സ്കേർട്ടൊന്ന് പൊന്തി നിൽക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.